ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിൽസ് ടെക് സെൻ്റർ. അപ്പോൾ ഒരുപാട് നാളായിട്ട് PI കോയിൻസ് അല്ലെങ്കിൽ നമ്മൾ ഏകദേശം 2 വർഷം മുമ്പ് എന്തോ അപ്ഡേറ്റ് ചെയ്ത വീഡിയോ ആണ് ഈ PI മൈനിങ് കോയിൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാനിപ്പോഴും എൻ്റെ ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട്. കുറേ നാൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഇത് ഇൻസ്റ്റാൾ ചെയ്തിരുന്ന എൻ്റെ ഫോണ് കേടായത് കാരണം പുതിയ ഫോണായിരുന്നു ഞാൻ എടുത്തത്. അതിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ വീണ്ടും അത് റീഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ ഫോണൊക്കെ നഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഈ PI കോയിൻസിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല, PI നെറ്റ്വർക്കിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫേസ്ബുക്ക് ID വെച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ID വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഏതൊരു ഫോണിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഫേസ്ബുക്ക് ID വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തത്. അത് കാരണം ഇപ്പോൾ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ടും ഞാൻ മറ്റൊരു ഫോണിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ PI നെറ്റ്വർക്കിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് മൈൻ ചെയ്ത് കൊടുക്കലാണ്. അതുപോലെ തന്നെ റെഫറൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം പവർ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ടോട്ടൽ ടോക്കൺസിൻ്റെ 2,79,000 ഓൾറെഡി ഇതിലുണ്ട്, ഇപ്പോഴും മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ റെഫറൽസ് ഏകദേശം 3,900 ഉണ്ടെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ളത് 286 മാത്രമാണ്. കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഒരുപാട് പേരുടെ ഫോൺ നഷ്ടപ്പെട്ടിട്ട് ഉള്ള ആളുകളുണ്ടാവും, അതുപോലെ തന്നെ മൈൻ ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ടാണ് എൻ്റെ റെഫറൽസ് ഇപ്പോൾ അധികം യൂസ് ചെയ്യാത്തത്. നിങ്ങളിപ്പോൾ ഓൾറെഡി മൈൻ ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ KYC നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. KYC അഥവാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുകളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈനിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് ചാറ്റ് ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ചാറ്റിൽ ചെന്നിട്ട് ഒന്നില്ലെങ്കിൽ പയോനീസോ അല്ലെങ്കിൽ ജനറൽ ഓപ്ഷൻ എടുക്കുക. പയോനീർ എടുക്കുന്നത് എപ്പോഴും നല്ലത്. ഇതിൽ നിങ്ങളിപ്പോൾ KYC ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ലിങ്ക് അവർ തരുന്നുണ്ട്. ഡയറക്റ്റ് KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ മോഡറേറ്റേഴ്സ് തരും. അതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ KYC അപ്ഡേറ്റ് ചെയ്തിട്ടും കംപ്ലീറ്റ് ആകാത്ത ആളുകളുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലൊരു മെസ്സേജ് കൊടുക്കുക ഇവർക്ക്. അപ്പോൾ വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ലിങ്ക് അവർ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് അവർ നമുക്ക് തരും. അതിലൂടെ ഞാൻ കുറേ നാളിന് മുമ്പ് ഇതുപോലെ KYC കംപ്ലീറ്റ് കൊടുത്തിട്ടും എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാണ് കാണിച്ചിരുന്നത്. ഞാൻ വീണ്ടും ഇതിൽ വന്ന് മെസ്സേജ് കൊടുത്തപ്പോൾ ഒരു ഡയറക്റ്റ് ലിങ്ക് ഒന്ന് വീണ്ടും അതിൽ അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 മാസത്തിനുള്ളിലൊക്കെയാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രോഗ്രസ് എന്നുള്ള ഓപ്ഷൻ മാറിയിട്ട് കംപ്ലീറ്റഡ് ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഒരുപാട് എക്സ്ചേഞ്ചുകൾ ഇത് ബേസ് ചെയ്തിട്ട് ടോക്കൺസ് സെല്ലും ബൈയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒറിജിനൽ PI നെറ്റ്വർക്കിൻ്റെതല്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോക്കൺസ് വേണമെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്തവരുടെ അക്കൗണ്ട് ഇവർ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ. അത് ഇവരുടെ ഫോറത്തിലൊക്കെ പറയുന്നുണ്ട്. ടോക്കൺസ് കയ്യിലുള്ള ആളുകൾ വിൽക്കാതെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക മാക്സിമം. കാരണം ലിസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വിൽപ്പന നടത്താൻ ശ്രമിക്കുക. KYC കംപ്ലീറ്റ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ മെയിനെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം മെയിനെറ്റ് എന്ന് പറഞ്ഞിട്ട്. മെയിനെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അൺവെരിഫൈഡ് ടോക്കണും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ടോക്കണും മൈഗ്രേറ്റ് ചെയ്ത ടോക്കണിൻ്റെ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ മെയിനെറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഈ ചെക്ക് ലിസ്റ്റ് മൊത്തം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ മൈൻ ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ റെഫറൽസ് ത്രൂ മൈൻ ചെയ്തതോ ആയ ടോക്കൺസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഇപ്പോൾ എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഈ സബ്മിറ്റ് യുവർ KYC ആപ്ലിക്കേഷൻ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കംപ്ലീറ്റ് ആയത്. അത് ഞാൻ വീണ്ടും അവരുടെ ചാറ്റിൽ മെസ്സേജ് വിട്ടപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ടോക്കൺസ് എൻ്റെ വാലറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ വാലറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും. ഈ 2,78,000 ടോക്കൺസ് ഇപ്പോഴും പെൻഡിങ് ആണ്. അത് മറ്റൊന്നുമല്ല, എൻ്റെ റെഫറൽസ് മൈൻ ചെയ്തതിൻ്റെ പാർട്ട്, അതായത് അവർ KYC കംപ്ലീറ്റ് ചെയ്യാത്തത് കാരണം അവരുടെ ടോക്കണും മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, എൻ്റെയും മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ബാലൻസാണ് ഇവിടെ കിടക്കുന്നത്. മറിച്ച് ഈ മൈഗ്രേറ്റ് ഓൾറെഡി ചെയ്തത് നമുക്ക് ട്രാൻസ്ഫർ വേറെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ വിൽപ്പന ഒന്നും നടത്തുന്നില്ല, മറിച്ച് ഒരുപാട് പേര് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് കാരണമാണ് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാലറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ PI ബ്രൗസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങളുടെ ഫോണിൽ. ഈ ബ്രൗസറും അത് വരും. ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നിങ്ങളുടെ ഫോണിൽ വരും, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഈ ഒരു സെക്ഷൻ ബ്രൗസർ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വാലറ്റ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. KYC എല്ലാം ഇവിടെ ഉണ്ട്.
ഇപ്പോൾ KYC അപ്ലൈ ചെയ്യാത്ത അല്ലെങ്കിൽ ഓൾറെഡി കൊടുത്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇതുപോലുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഈ KYC അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ വാലറ്റ് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വാലറ്റ് ഇല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 24 വേർഡ് ഫ്രേസ് നിങ്ങൾക്ക് കിട്ടും. അത് എപ്പോഴും നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക, നിങ്ങളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നോട്ട് പാഡിലോ ഒക്കെ ആയിട്ട് സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് ഫിംഗർ പ്രിൻറ്റ് ആക്ടിവേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എപ്പോഴും ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ എൻ്റെ അവൈലബിൾ ബാലൻസ് ഇത്രയാണ് കിടക്കുന്നത്. മൈഗ്രേറ്റ് ചെയ്ത ഡീറ്റെയിൽസും ഞാൻ കുറച്ച് ടോക്കൺസ് ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ടോക്കൺ, ഇത് സാമ്പിൾ അയച്ചതും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ അൺലോക്കായി ഇരിക്കുന്നുണ്ട്. ഏകദേശം 445 എനിക്ക് അവൈലബിൾ ബാലൻസ് ആയിട്ട് മറ്റുള്ള വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഏകദേശം ഹാഫ് ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പെൻഡിങ് അണ്ടിൽ 25/9 വരെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അത് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആ സമയം കഴിയുമ്പോൾ, ലോക്കിംഗ് പീരീഡ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബോണസ് ടോക്കൺസ് കൂടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മൾ മൈൻ ചെയ്യുന്ന ടോക്കൺസ് ട്രാൻസ്ഫറബിൾ എന്ന് പറയുന്ന ആ സെക്ഷനിൽ വന്നു ചേരും. അത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്തെടുക്കാം, നമ്മുടെ മെയിൻ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. അതൊരു സർട്ടൺ എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് മറ്റൊന്നുമല്ല, ഇതൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഡെയിലി ഇത് മൈൻ ചെയ്യണം. 24 hours കൂടുമ്പോൾ നമ്മൾ ഈ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 0.77 ഈ സെക്ഷനിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മുകളിൽ ഇതുപോലെ ഓരോ ടോക്കൺസ് ആയിട്ട് ആഡ് ചെയ്യും. നിങ്ങളുടെ റെഫറൻസിൻ്റെയൊക്കെ സ്ട്രെങ്ത് അനുസരിച്ചായിരിക്കും മൈനിങ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ടോട്ടൽ മൈനിങ് റേറ്റും മറ്റു കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബേസ് റേറ്റ്, ബൂസ്റ്റേഴ്സ്, റിവാർഡ്സ് എല്ലാം ഇവിടെ കാണാം. അതുപോലെ തന്നെ എൻ്റെ ആക്റ്റീവ് റെഫറൻസ് ഇപ്പോൾ ഏകദേശം 285 ഉണ്ട്. അവരുടെ ടോട്ടൽ സ്ട്രെങ്ത് ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ റെഫറൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇത്രയും പേര് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ 285 ആളുകൾ മൈൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഇനാക്റ്റീവാണ്. ചിലപ്പോൾ അവരുടെ ഫോൺ നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവർ മറന്നുപോയിട്ടോ ഇത് മൈൻ ചെയ്യാതെ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് പിൻ ഇനാക്റ്റീവ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു മെസ്സേജ് പോകും, ഒരു നോട്ടിഫിക്കേഷൻ പോകും ഇത് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതെല്ലാം എൻ്റെ റെഫറൻസ് ആണ്. ഇപ്പോൾ ഇദ്ദേഹമെല്ലാം ഇത് മൈൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇനാക്റ്റീവാണ്. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു നോട്ടിഫിക്കേഷൻ കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ പിൻ ഇനാക്റ്റീവ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് അവർക്കെല്ലാം നോട്ടിഫിക്കേഷൻസ് പോകും. അങ്ങനെ അധികം റെഫറൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് നിങ്ങളുടെ റെഫറൽ ടീമിനായിട്ട് ചാറ്റ് ചെയ്യാൻ ഇവിടെ റെഫറൽ ടീം ചാറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ താഴെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഡയറക്റ്റ് ചാറ്റ് ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് ഡിസ്കസ് ചെയ്യാൻ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ KYC കംപ്ലീറ്റ് ചെയ്ത ഒരു പരിപാടി നടക്കില്ല. നിങ്ങൾക്ക് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ മൈഗ്രേറ്റ് ചെയ്യാനോ ഒന്നും സാധ്യമാകില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളും ഡെയിലി ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് പുതിയതായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ്സ് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചാറ്റ് സെക്ഷനിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ജനറലോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനായി, ഇപ്പോൾ എനിക്ക് ഗ്രാഫിക് എംപയർ റെഫറൽ ടീമുണ്ട്, നമ്മളുടെ റെഫറൽസിനായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ ഒരുപാട് പേർക്ക് KYC കംപ്ലീറ്റ് ആകാതെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഡയറക്റ്റ് ജനറലിലോ അല്ലെങ്കിൽ നോഡ് ഓപ്ഷനിൽ പോയിട്ട് KYC റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പേര് ബൈയും സെല്ലൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ഫോറത്തിൽ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഇതിൽ നിന്ന് സെല്ലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമ്മളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ കോയിൻ ഇപ്പോഴും ലിസ്റ്റഡ് അല്ല. ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പൈ നെറ്റ്വർക്കിൻ്റെ കോയിൻസ് ആണ്. അതെല്ലാം ബൈയും സെല്ലൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അത് റിയൽ ആയിട്ടുള്ള ജെന്വിൻ ആയിട്ടുള്ള ടോക്കൺ അല്ല എന്ന് ഇവരുടെ ഫോറത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബൈയും സെല്ലൊക്കെ ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കുക. അക്കൗണ്ട് ഫ്യൂച്ചറിൽ ഫ്രീസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഇൻവൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ടെലഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ ഇൻവൈറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഓപ്ഷൻസും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഒരുപാട് പേര് PI നെറ്റ്വർക്കിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വിടാറുണ്ട്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണ്, ഇതിൻ്റെ KYC പ്രോബ്ലം എങ്ങനെ റിസോൾവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. വീണ്ടും ഒന്നുകൂടി പറയാം, KYC പ്രോബ്ലം ഇപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഒരു 5-6 മാസത്തിനുള്ളിലാണെങ്കിൽ അവരൊന്നുകൂടി വെയിറ്റ് ചെയ്യുക. കുറച്ച് ദിവസം കൂടി പിടിക്കും. അതുമല്ല 1 വർഷമൊക്കെ ആയ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചാറ്റ് ഓപ്ഷനിൽ വരിക. എന്നിട്ട് ഈ പയോനീസോ അല്ലെങ്കിൽ ജനറൽ ഓപ്ഷനിൽ ജസ്റ്റ് ഒരു മെസ്സേജ് വിടുക, ഇങ്ങനെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല, ഇപ്പോഴും ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ഒരു ലിങ്ക് അവർ അയച്ചു തരും. അതിലൂടെ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനോ അല്ലെങ്കിൽ വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരും. ഇനി നമ്മൾ ഈ PI ബ്രൗസറിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ KYC ഓപ്ഷൻസ് നമുക്ക് കാണാം. എൻ്റെ ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് KYC എല്ലാം. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. അത് ഇവിടെ നിങ്ങൾക്ക് കാണാം KYC പാസ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഏകദേശം ഒരു 4-5 മാസത്തിന് മുമ്പ് കൊടുത്തിട്ടാണ് എൻ്റെ ഈ അടുത്തത് അപ്ഡേറ്റ് ആയത് അല്ലെങ്കിൽ പാസ്സായത്. അപ്പോൾ കുറച്ച് സമയം എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വാലിഡേറ്റഡ് ആകാനുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. യു ക്യാൻ അപ്ലൈ ടു ബിക്കം വാലിഡേറ്റഡ്. ഓരോ വാലിഡേഷൻ സക്സസ്ഫുൾ ആകുന്നതനുസരിച്ച് നമുക്ക് PI ടോക്കൺസ് ലഭിച്ചുകൊണ്ടിരിക്കും. അതായത് KYC വാലിഡേറ്റർ ആകാനുള്ള ഓപ്ഷനാണിത്. ഇത് നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ KYC അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് തന്നെ വാലിഡേറ്റ് ചെയ്തിട്ട് അപ്രൂവൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് PI ടോക്കൺസ് ലഭിക്കും. ഞാനിപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം KYC കംപ്ലീറ്റ് ആകാത്ത ആളുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് തന്നെ വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഞാൻ ഇതിൻ്റെ KYC വാലിഡേറ്ററായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് വാലിഡേറ്റിംഗ് കൊടുക്കുക. അപ്പോൾ ഇന്ത്യൻസിൻ്റെ അത്യാവശ്യം വരുന്ന KYC എല്ലാം എനിക്ക് വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഞാൻ വാലിഡേറ്റഡ് ആയിട്ട് ഓൾറെഡി പാസ്സായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കേണ്ടി വരും. ഇവിടെ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് KYC കംപ്ലീറ്റ് ചെയ്യാത്തവരുടെ ലിസ്റ്റുകൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തവരുടെ ലിസ്റ്റുകൾ ചിലപ്പോൾ എനിക്ക് വരുമായിരിക്കും. അതനുസരിച്ചായിരിക്കും ഞാൻ ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ പെൻഡിങ് വാലിഡേഷൻ ഒന്നും വന്നിട്ടില്ല. ഓട്ടോമാറ്റിക് വരുമായിരിക്കും. എത്ര ദിവസം പിടിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ മാക്സിമം നമ്മളുടെ ആളുകളുടെ എല്ലാം ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യാത്ത KYC അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഇതുപോലൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം റെഫറൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് വാലിഡേറ്ററായിട്ട് ഇതുപോലെ ഒരു ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നുള്ള ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.